ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറി ബ്ലോസംസ് ആഫ്റ്റർ വിൻ്ററിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഹേബോമ് ടേസങ് അവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിച്ചത് ഓർത്ത് ഇരുന്ന് ഒരുപാട് കരയുന്നതും, അതേസമയം ടേസങ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണമെന്ന് കരുതിയില്ലെന്നും പറഞ്ഞ് ഗിൽറ്റി ആയിട്ടിരിക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അടുത്ത സീനിൽ നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ടേസങ്ങിനോട് പറയുകയാണ്, എനിക്കിന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് നേരത്തെ പോകണം, ഹേബോമ് എണീറ്റില്ലല്ലോ, അവ എണീറ്റ് കഴിയുമ്പോൾ നീ ഫുഡ് അവന് കൊടുക്കണേന്ന്. ഇത്രയും പറഞ്ഞിട്ട് ആൻറ്റി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആൻറ്റി പോയതിന് ശേഷം ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ മുറിയിലേക്ക് പോയി അവനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, ഹേബോം ഹേബോം എന്ന്. പക്ഷെ അവനാണെങ്കിൽ എണീക്കുന്നേ ഇല്ല. അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ പെരത്ത് തട്ടുന്ന സമയത്താണ് ടേസങ്ങിന് മനസ്സിലാകുന്നത് ഹേബോമിന് പനിയായിട്ടാണ് അവനവിടെ കിടക്കുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ താഴേക്ക് പോയി കുറച്ച് തുണിയിൽ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നു. ഈ സമയം അവനെ റെന്ന് കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ടേസങ് നീ എവിടെയാ, നീ ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇല്ലടാ ഹേബോമിന് പനിയാണ്, അതുകൊണ്ട് വരുന്നില്ലെന്ന്. അപ്പോൾ റെന്ന് കോള് കെട്ടിയതിന് ശേഷം അവനാണെങ്കിൽ ഹേബോമിന് വേണ്ട മെഡിസിനും അതുപോലെ കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ വെക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഹേബോം ഞാൻ ഇന്നലെ നിന്നോട് ചെയ്ത എല്ലാ കാര്യത്തിനും സോറി ചോദിക്കുന്നു എന്ന്. അപ്പോൾ ഹേബോം ആണെങ്കിൽ അവനോട് ചോദിക്കുന്നു, അല്ല ടേസങ് നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ ടേസങ് അവനോട് പറയാണ്, എനിക്ക് അങ്ങനെയൊന്നും ചോദിച്ചാൽ അറിയത്തില്ല, അതിനങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, നീയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതാണ് എനിക്ക് നിന്നെ ഇഷ്ടമായത്, അതുമാത്രമല്ല എനിക്ക് നിന്നെ ഒരുപാട് കാലമായിട്ട് ഇഷ്ടമാണെന്നും ടേസങ് പറയുന്നുണ്ട്. അടുത്ത സീനിൽ അവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹേബോം ആണെങ്കിൽ ടേസങ്ങിനോട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കാണുന്ന റെന്നാണെങ്കിൽ റോസിനോട് ചോദിക്കുന്നു, അല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചല്ല വരുന്നത്, ഒരുമിച്ചിരുന്നല്ല കഴിക്കുന്നത്, എന്ത് പറ്റിയോ എന്തോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എന്തായാലും നമുക്ക് പോയി അവരോട് ചോദിക്കാമെന്ന്. അങ്ങനെ ടേസങ്ങിനോട് പോയി ചോദിക്കുകയാണ്, ടേസങ് നീയും ഹേബോമും തമ്മിൽ വഴക്കിട്ടോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇല്ലെന്ന്. ഇത് കേൾക്കുന്ന റോസ് പറയണ്, ഇല്ല നീ അവനോട് എന്തായാലും വഴക്കിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പറയണ്, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അവിടെ ഹേബോം ആണെങ്കിൽ എന്നും പോകുന്ന ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് ഒരു പൂവെടുത്തിട്ട് അതിൻ്റെ ഇതളെല്ലാം തറയിലേക്ക് പൊഴിച്ചിടേണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ഷോപ്പ് ഓണർ ചോദിക്കുകയാണ്, അല്ല ഹേബോം നിൻ്റെ പെയിനെല്ലാം നീ പൂവ് തറയിലേക്ക് പൊഴിച്ചിട്ടാണോ തീർക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ അവരോട് സോറ് ചോദിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയുകയാണ്, ഹേബോം ഈ പൂവിനെ പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന്. പിന്നെ ഹേബോം ആണെങ്കിൽ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് ടേസങ് അവനോട് അവൻ തറയിലേക്ക് നോക്കി നടക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഹേബോം നീ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കാതെ നടക്കുന്നത് ഒരു ഡേഞ്ചറസ് ആയ പ്രവൃത്തിയാണ്, അതുപോലെ നിനക്ക് നേരത്തെ വീട്ടിലേക്ക് വന്നിരുന്ന് പഠിക്കാൻ ഞാൻ ഇനി മുതൽ താമസിച്ച് വീട്ടിലേക്ക് വന്നോളാന്ന്. ടേസങ് പറയുന്നത് കേട്ടിട്ട് ഹേബോം അവനോട് പറയുകയാണ്, ടേസങ് നീ ലേറ്റ് ആയിട്ടൊന്നും വീട്ടിലേക്ക് വരണ്ട, അതെനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ ടേസങ് ആണെങ്കിൽ അവനോട് തിരിച്ചൊരു മറുപടിയും പറയാതെ അവിടെ നിന്ന് പോകാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹേബോം ടേസങ്ങിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ടേസങ് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ടേസങ് പറയുകയാണ്, എനിക്കറിയാം നീ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണെന്നും അതുപോലെ അമ്മ എന്ത് പറയുമെന്നുള്ള ചിന്തയിലാണ് നീ ഇപ്പോൾ ഉള്ളതെന്നും, പക്ഷേ നീ അതിനെയൊന്നും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, അതുപോലെ നീ നമ്മളെപ്പറ്റി ചിന്തിക്കാനായിട്ട് നോക്കുന്നത്. അങ്ങനെ ടേസങ് പറഞ്ഞതിന് ശേഷം ഹേബോം ടേസങ്ങിനോട് പറയുകയാണ്, ടേസങ് നിനക്കുള്ള അതേ ഫീലിങ്സ് എനിക്ക് നിന്നോട് തിരിച്ചുണ്ടെന്ന്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ടേസങ്ങിനെ ഹഗ് ചെയ്തിട്ട് പറയുകയാണ്, ടേസങ് ഞാൻ ഇത്രയും നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി ചോദിക്കുന്നു എന്ന്. ടേസങ്ങിനാണെങ്കിൽ അത് കേട്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സന്തോഷത്തിനിടയിൽ രണ്ടുപേരും കരയുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതും ഒരുമിച്ചിരുന്ന് കളിക്കുന്നത്, അങ്ങനെ അവർ കുറച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ സ്കൂളിലെ അവസാനത്തെ ദിവസമാണ്. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു, അതുപോലെ ടേസങ്ങും ഹേബോമും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ സീനിവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹേബോമും ടേസങ്ങും കൂടി ഒരു വീടിനകത്തേക്ക് കയറി പോവീന്. അപ്പോൾ ടേസങ് ഹേബോമിനോട് പറയാണ്, ഹേബോം നീ വീട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഹേബോം ചോദിക്കുന്നു, ടേസങ് നീ എന്താ ഉദ്ദേശിക്കുന്നത്, മറ്റാരെങ്കിലും വീട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഡാ നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്ലേസ് വേണ്ടേ, അതിനായി നമുക്ക് താമസിക്കാനായിട്ടുള്ള വീടാണിതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു, നമുക്കായിട്ടുള്ളൊരു പ്ലേസോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, അതേ എനിക്ക് നിനക്ക് വേണ്ടിയെന്ന്. അങ്ങനെ ടേസങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേബോം ആണെങ്കിൽ അവിടുത്തെ ബെഡിൽ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ടേസങ് അത് നിനക്കുള്ള ബെഡല്ലേ, അപ്പോൾ എൻ്റെ ബെഡ് എവിടെയെന്ന്. അപ്പോൾ ടേസങ് ചോദിക്കുന്നു, 2 ബെഡ് എന്തിനാ, നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങിയാൽ പോരെയെന്ന്. അത് കേട്ടിട്ട് ഹേബോം ചോദിക്കുന്നു, ഒരുമിച്ചോ എന്ന്. അപ്പോൾ ടേസങ് ചോദിക്കുന്നു, എന്തായാലും നമ്മൾ 2 പേരും ഒരേ വീട്ടിൽ
വീട്ടിലല്ലേ താമസിക്കുന്നത്, പിന്നെ ഒരു ബെഡ് ഷെയർ ചെയ്താൽ എന്താ എന്ന്. അപ്പോൾ ഹേബോം പറയുന്നു അത് പിന്നെ ഒരേ വീട്ടിൽ താമസിക്കുന്നത് പോലെയാണോ ഒരു ബെഡ് ഷെയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ടേസങ് ചിരിച്ചിട്ട് ചോദിക്കുന്നു നീ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ഹേബോമാണെങ്കിൽ ഷൈ ആയിട്ട് അവനോട് പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നും ഇല്ലെന്ന്. അതിനുശേഷം രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഹേബോം ചോദിക്കുന്നു അല്ലേ എങ്ങനെയാണ് നീ ഈ സ്ഥലം കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു നീ വെറുതെ അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു അങ്ങനെയല്ല അതെനിക്ക് അറിയണമെന്ന്. അങ്ങനെ ടേസങ് പറയുന്നു അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനോട് ഹെൽപ്പ് ചോദിച്ചായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹേബോം ചോദിക്കുന്നു നിൻ്റെ അച്ഛനോട് ഈ കാര്യം നിൻ്റെ അമ്മയ്ക്ക് അറിയാമോ എന്ന്. അപ്പോൾ ടേസങ് ആണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അടുത്ത സീനിൽ ടേസങ് ആണെങ്കിൽ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ടേസങ് നീ എന്താ ഉദ്ദേശിക്കുന്നത്, നീ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്നോ എങ്ങനെയെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചെന്ന്. അത് കേട്ടിട്ട് അമ്മ ചോദിക്കുകയാണ് നീ നിൻ്റെ അച്ഛനോട് ചോദിച്ചെന്നോ, നീ കരുതുന്നത് എന്നോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കൂല എന്നാണോ എന്ന്. അപ്പോൾ ടേസങ് പറയുന്നു ഞാൻ ഇതിനെപ്പറ്റി ആദ്യം അമ്മയോട് പറയാതിരുന്നതിന് സോറി ചോദിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല അയാൾ എൻ്റെ അച്ഛനല്ലേ, പിന്നെ ഞാൻ എൻ്റെ അച്ഛനോട് ഒരു തവണ ഹെൽപ്പ് ചോദിച്ചതിന് എന്താ കുഴപ്പമെന്ന്. അപ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് പറയണ് ശരി എന്നാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ താമസിച്ചോ. പിന്നെ ഒരു കാര്യം വെക്കേഷൻ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണം. അതുപോലെ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കരുത്. അതുപോലെ കൃത്യസമയത്തിന് തന്നെ ഫുഡ് കഴിക്കുകയും ചെയ്യണം. പിന്നെ എന്നെ എന്നും കോൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി വീട്ടുജോലികളെല്ലാം രണ്ടുപേരും കൂടി തന്നെ ചെയ്യണം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ താമസിക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നല്ല സന്തോഷത്തോടെ അവർ ഓക്കെ എന്ന് പറയുകയാണ്. പിന്നെ രണ്ടുപേരും പുതിയ വീട്ടിലെത്തിയതിന് ശേഷം രാത്രി എങ്ങനെ ഒരു ബെഡിൽ കിടക്കുന്ന കാര്യം പറയുമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ടേസങ് ആണെങ്കിൽ ഹേബോമിനോട് ചോദിക്കുന്നു നമുക്ക് കിടന്നാലോ എന്ന്. അപ്പോൾ ഹേബോം പറയുന്നു ഓക്കെ എന്ന്. അങ്ങനെ കിടന്നു കഴിഞ്ഞതിന് ശേഷം ടേസങ് ആണെങ്കിൽ അവനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ പുറത്തൂടെ കൈയും കാലൊക്കെ എടുത്തിടുന്നുണ്ട്. അതുമാത്രമല്ല അവനെ ഹഗ് ചെയ്തൊക്കെയാണ് കിടക്കുന്നത്. ഇത് കാരണം ഹേബോമിനാണെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നതേ ഇല്ല. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നടക്കുന്ന സമയം ഹേബോമിനോട് ടേസങ് ചോദിക്കുകയാണ് ഹേബോം നിനക്ക് കോളേജിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ടെൻഷനാണോ ഉണ്ടോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ ഉറങ്ങാത്തത് പോലെ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് അവർ ക്ലാസ്സിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ടേസങ്ങിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ പേര് യൂറി എന്നാണ്. അങ്ങനെ സാറ് പഠിപ്പിച്ചത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ഒരു പെണ്ണ് അവിടെ നിന്ന് എണീറ്റിട്ട് അവരോട് ചോദിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് പോയാലോ, അവിടെ ഒരുപാട് ഫ്രഷേഴ്സ് വരാൻ സാധ്യതയുണ്ടെന്ന്. അത് കേട്ടിട്ട് ഹേബോം ടേസങ്ങിനോട് ചോദിക്കുന്നു നമുക്കും പോയാലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അതിനെന്താ നമുക്ക് പോകാമെന്ന്. പിന്നെ അവരൊരു ബാറിലിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടേസങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുടിക്കുന്നുണ്ട്. ഈ സമയം യൂറി ആണെങ്കിൽ അവനോട് ചിയേഴ്സ് പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ കുറച്ചുകൂടി കുടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ ആണെങ്കിൽ അവനോട് പറയുകയാണ് എൻ്റെ ഒപ്പം കുടിക്കാൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ആ ഗ്ലാസിൻ്റെ താഴ്ഭാഗം വരെ കുടിക്കണമെന്ന്. ഇത് കേട്ടിട്ട് ടേസങ് ആണെങ്കിൽ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അതിനെപ്പറ്റി ആ ചെറുക്കൻ ടേസങ്ങിനോട് പറയുന്നത് കേട്ടിട്ട് ഹേബോം ആണെങ്കിൽ പെട്ടെന്ന് ടേസങ്ങിൻ്റെ കയ്യിരിക്കുന്ന ആ ഗ്ലാസ് വാങ്ങിച്ചിട്ട് ആ ഫുള്ള് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരെ അന്തം വിട്ട് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഹേബോം ആണെങ്കിൽ പെട്ടെന്ന് അത് കുടിച്ചു കഴിഞ്ഞിട്ട് സീനിയറിനോട് പറയുന്നു സോറി സീനിയർ ഇനി അവൻ കുടിച്ചാൽ ശരിയാവില്ല, പിന്നെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഹേബോമും അവനും കൂടി വഴിയിലൂടെ നടന്നു പോകുന്ന സമയം ടേസങ്ങിനോട് ഹേബോം ചോദിക്കുകയാണ് നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഞാൻ ഓക്കെ ആണ്, അതുമാത്രമല്ല ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലുമാണെന്ന്. അടുത്ത സീനിൽ ഹേബോം ആണെങ്കിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ്റെ പിറകെ നടന്ന് ടേസങ് പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെ വന്ന് ഞാൻ നിന്നെ കുളിപ്പിച്ച് തരാമെന്ന്. അപ്പോൾ ഹേബോം പറയുകയാണ് നീ അങ്ങോട്ടാണ് വന്നാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ശരി എന്ന്. എന്നിട്ട് അവൻ പുറത്ത് നിന്നിട്ട് പറയുകയാണ് വേണമെങ്കിൽ ഞാൻ നിൻ്റെ മുടിയിൽ ഷാമ്പു ഇട്ട് തരാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ മസാജ് ചെയ്ത് തരാം, ഞാൻ നല്ലതുപോലെ മസാജ് ചെയ്യുമെന്ന്. അത് കേട്ടിട്ട് ഹേബോം പറയുന്നു വേണ്ടെന്ന്. അപ്പോൾ ടേസങ് പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ ഡോർ തുറക്കുമെന്ന്. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ അലറി വിളിച്ച് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് വേണ്ടെന്ന്. അപ്പോൾ ടേസങ് ആണെങ്കിൽ പുറത്ത് നിന്ന് ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹേബോം കുളിച്ച് കഴിഞ്ഞ് ടേസങ് ഹേബോമിൻ്റെ മുടി തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ കുറച്ച് നേരം കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഹേബോമും ടേസങ്ങും കൂടി കോളേജിലെ വഴിയിലൂടെ നടക്കുന്ന സമയം ടേസങ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പസ് കപ്പിളാണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയം അവിടെ
റൂമിലേക്ക് റെന്നി വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഡേറ്റ് ചെയ്യുകയാണല്ലേ എന്ന്. അപ്പോൾ ഹേബുവും ചോദിക്കുന്നു, ഇത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കറിയാമായിരുന്നു, പിന്നെ നീ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന്. ഇത് കേട്ടിട്ട് ടേസങ് പറയാണ്, നീ വല്ല റൂമേഴ്സ് ആണാൻ പറഞ്ഞു പരത്തുമെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. ഇത് കേൾക്കുന്ന റെന്നി പറയാണ്, ശരിയെന്ന്. ഈ സമയത്ത് ഹേബോമിനൊരു കോള് വരികയാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം അവൻ പറയാണ്, എനിക്കൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവേണെന്ന്. അങ്ങനെ അവരോട് ബൈ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവേണ്. അങ്ങനെ ഹേബോം പോയതിന് ശേഷം ടേസങ്ങിനെ റെന്നാണെങ്കിൽ ഹേബോമിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.